ഈ ഒരു പടം ഓർക്കുന്നുണ്ടോ? പണ്ട് എന്റെ 19ാമത്തെ വയസ്സിൽ ഈ സിനിമ ഞാൻ ആദ്യമായി കണ്ടപ്പോൾ ഇതൊന്നും കൊള്ളില്ല എന്ന് എന്റെ കൂട്ടുകാരോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പക്ഷേ ഇതുപോലുള്ള സിനിമകളുടെ വാല്യൂ മനസ്സിലാവണമെങ്കിൽ കുറച്ച് ഏജ് വേണമെന്നുള്ളത് ഒരു മാൻഡേറ്ററി കാര്യമായി എനിക്ക് പിൽക്കാലത്ത് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ, ഇങ്ങനെ ഒരു പടം സൃഷ്ടിച്ചെടുക്കുമ്പോൾ ഇതിന്റെ എഴുത്തുകാരൻ രഞ്ജിത്തിന് ഏതാണ്ട് 50-നടുത്ത് പ്രായമുണ്ട്. അപ്പൊ തീർച്ചയായും ഇങ്ങനെ ഒരു സിനിമ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ഒരു സിനിമ കാണാൻ സാധ്യതയുള്ള ഒരു റാൻഡം 19 വയസ്സുകാരനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആൾക്ക് പറഞ്ഞു വെക്കാനുള്ള പല പല സീരിയസ് ആയ വിഷയങ്ങൾ അതിന്റെ സീരിയസ്നെസ് ഒട്ടും ചോർന്നു പോവാതെ പറയുക എന്നുള്ളതാണ്. ബേസിക്കലി ഈ സിനിമ പോലുള്ള വലിയ വലിയ കാര്യങ്ങൾ മുതൽ ഞാൻ ചെയ്യുന്ന ഈ യൂട്യൂബ് ഷോർട്സ് പോലുള്ള ചെറിയ പരിപാടികളിൽ വരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു സംഗതി ക്രിയേറ്റ് ചെയ്ത് അത് ജനങ്ങളുടെ മുന്നിലേക്ക് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 തരത്തിൽ അത് ചെയ്യാം. ഒന്ന്, പ്രായം കൊണ്ടും മൈൻഡ് സെറ്റ് കൊണ്ടും ഡൈവേഴ്സായി വരുന്ന ഓഡിയൻസിലെ മാക്സിമം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇനി അതല്ലെങ്കിൽ ആരൊക്കെ ഇത് കാണും, കാണില്ല, അല്ലെങ്കിൽ കാണുന്നവർക്കെല്ലാം ഇത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ തുടങ്ങിയ ചിന്തകളുടെ കെട്ടുപാടുകൾ ഒന്നും തന്നെ ഇല്ലാതെ തനിക്ക് പറയാനുള്ള കാര്യം പറയുക. സോ ഇതിലെ രണ്ടാമത്തെ പാറ്റേണിലാണ് രഞ്ജിത്ത് എന്ന എഴുത്തുകാരൻ ഈ സിനിമ സൃഷ്ടിച്ചിരിക്കുന്നത്. എനിവേസ്, എന്റെ ഇൻട്രൊഡക്ഷന്റെ നീളം കുറച്ചുകൂടി പോയി. ഞാൻ പറയാൻ വന്ന കാര്യം ഇതായിരുന്നില്ല. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത്, അല്ലെങ്കിൽ അങ്ങനൊന്നും ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്തൊരു ഐറ്റം ആയിരുന്നു ഇതിലെ കനിഹ, മോഹൻലാൽ, ശങ്കർ രാമകൃഷ്ണൻ ടീമിന്റെ ആ ഒരു കെമിസ്ട്രി. അതായത് ഡിവോഴ്സ് ചെയ്ത ഒരു മുൻകാല ഭാര്യയും ഭർത്താവും അതിൽ ആ സ്ത്രീയുടെ ഇപ്പോഴുള്ള ഭർത്താവും തമ്മിലുള്ള ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട് നിലനിർത്തിക്കൊണ്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. ഇങ്ങനൊന്ന് അതിനു മുമ്പ് ഒരു സിനിമകളിലും ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. ഡിവോഴ്സ് ചെയ്തവർക്കറിയാം അവർ തമ്മിൽ എന്തിനത് ചെയ്തു എന്ന്. എന്നാൽ അതിനുശേഷം അവർ തമ്മിൽ ഒരു ഒളിച്ചുകളിയോ മിണ്ടാട്ടമില്ലായ്മയോ ഒന്നുമില്ല. ഇവർക്കിടയിലേക്ക് വന്ന മൂന്നാമതൊരു കഥാപാത്രവും അതേ താളത്തിലുള്ള ഒരാൾ. ആകെ മൊത്തത്തിൽ പറഞ്ഞ ഈ പടത്തിൽ ഈ 3 പേരുടെ സീൻ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അപ്പോൾ ഈ പടത്തിലെ ഈ ഒരു മനോഹരമായ ട്രയാങ്കിൾ റിലേഷൻഷിപ്പ് നോട്ട് ചെയ്ത ഒരേ ഒരാൾ ഞാൻ മാത്രമായിരിക്കില്ല എന്ന് ഞാൻ കരുതുന്നു.